മമ്മൂക്കയെ വെച്ച് പുഴു എന്ന സിനിമ ഒരുക്കിയ രത്തീനെ സംവിധാനം ചെയ്യുന്ന ഇലവീഴ പൂഞ്ചിറ എന്ന സിനിമയ്ക്ക് വേണ്ടി തിരക്കഥ ഒരുക്കിയ ഷാജി മാറാട് തിരക്കഥാകൃത്തായി മാറുന്ന ഏറ്റവും പുതിയ സിനിമ പാതിരാത്രി തിയേറ്ററിൽ പോയി കണ്ടു. സൗബിൻ ഷാഹിർ, നവ്യ നായർ, സണ്ണി വെയിൻ, ആൻ അഗസ്റ്റിൻ, ആത്മീയരാജൻ, അച്യുത് കുമാർ തുടങ്ങിയ ഒരു താരനിരയുമായിട്ട് വന്ന സിനിമയാണ്. ജെയ്ക്സ് ബിജോയ് ആണ് ഈ സിനിമയ്ക്ക് വേണ്ടി സംഗീതം ഒരുക്കിയിട്ടുള്ളത്. സിനിമയെക്കുറിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാനാണെങ്കിൽ എന്നെ സംബന്ധിച്ച് നിരാശയാണ്. ഒരു രത്തീന സംവിധാനം ചെയ്ത സിനിമ കാണുമ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് ചിന്തിക്കാനൊക്കെ ഉള്ളതുപോലെ എന്തെങ്കിലും കിട്ടും, അല്ലെങ്കിൽ അത് കിട്ടുന്നത് കുറഞ്ഞു പോയി എന്നല്ല ഞാൻ പറയുന്നത്. ഒരു അന്വേഷണ കഥ പറയുന്ന ഒരു ത്രില്ലർ സിനിമ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒന്നും വളരാൻ പറ്റാതെ പോയ കഥയൊക്കെ പറഞ്ഞ്, പ്രത്യേകിച്ച് ഇതിൻ്റെ ക്ലൈമാക്സിലെ ചുരുളഴിയിലും കൂടി കഴിയുമ്പോഴേക്കും ഭയങ്കര ജനറിക്കായി പോയ, എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പൊക്കെ കണ്ടിട്ടുള്ള കഥകളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമയായി ചുരുങ്ങിപ്പോയ സിനിമയാണ് പാതിരാത്രി. പാതി സിനിമ എന്ന് പോലും എനിക്ക് വിളിക്കാൻ ഫീൽ ചെയ്യുന്നില്ല. ആദ്യമേ തിയേറ്ററിലുണ്ടായ ഒരു ദുരനുഭവം പറയാം. സിനിമ തുടങ്ങുകയാണ്. ഫസ്റ്റ് സീനിൽ തന്നെ കുറച്ച് ആൾക്കാർ ഇരുന്ന് ലഹരി മരുന്ന് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഈ പുകവലിയും മദ്യപാനമൊക്കെ ആരോഗ്യത്തിന് ഹാനികരമെന്ന് എഴുതി വെക്കുന്ന ആ വാണിംഗ് ഉണ്ടല്ലോ, അതിൻ്റെ 4/1 നമ്മൾ കാണുന്നുള്ളൂ. അത്രയധികം ക്രോപ്ഡ് ആയിട്ടാണ് തിയേറ്ററിൽ സിനിമ കണ്ടു തുടങ്ങിയത്. എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെയൊക്കെ കാണുന്നത്, ആ DOP ചെയ്ത ആൾ, എഡിറ്റിംഗ് ചെയ്ത ആൾ, അതിൻ്റെ സംവിധായിക ഒക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ സിനിമയെ ഇങ്ങനെ ആൾക്കാരെ കാണിക്കണം, ഈ ആസ്പെക്ട് റേഷ്യോയിൽ കാണിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് കൂടുതൽ നന്നായി കണക്റ്റ് ആവും, അല്ലെങ്കിൽ എൻ്റെ കഥ ഇങ്ങനെയാണ് പറയേണ്ടത് എന്നൊക്കെ വിചാരിച്ചിട്ടാണല്ലോ. തിയേറ്ററുകാർ തോന്നിയ പോലെ സൂം ഇൻ സൂം ഔട്ടൊക്കെ ചെയ്തിട്ട് അത് പ്രദർശിപ്പിക്കാനാണെന്നുണ്ടെങ്കിൽ തിയേറ്ററുകാർക്ക് സിനിമ ഉണ്ടാക്കിയാൽ പോരെ. ഒരു ആർട്ടിസ്റ്റിനോട് കാണിക്കുന്ന ഒരു മിനിമം ബഹുമാനമല്ലേ അവർ കൊടുത്തിരിക്കുന്ന പ്രിൻ്റ് അതുപോലെ കാണിക്കുക എന്നുള്ളത്. ഇങ്ങനെ സൂം ചെയ്തൊക്കെ കാണിക്കുന്നത് ഭയങ്കര മോശമാണ്. ഞാൻ തിയേറ്ററിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നത് നല്ലതല്ല എന്ന് എനിക്കറിയാം. അപ്പോൾ പോലും ഇത് നാട്ടുകാർ കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ക്രോപ്ഡ് ആയിട്ടാണ് ഇവർ സിനിമ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ അമർഷം ആദ്യത്തെ കുറച്ച് സമയത്തേ ഉണ്ടായിരുന്നുള്ളൂ. സിനിമ കുറച്ചങ്ങോട്ട് മുന്നോട്ട് എത്തി കഴിയുമ്പോൾ എനിക്കത് വലിയ പരിഭവമായിട്ട് തോന്നിയില്ല. സിനിമയുടെ വിഷ്വൽസിനെ കുറിച്ച് പറയാനാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. രാത്രിയാണെങ്കിലും പകലാണെങ്കിലും അവരുടെ ചേസിങ് സീനുകളും കാര്യങ്ങളും ഒക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അവർ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മ്യൂസിക്കിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ജെയ്ക്സ് ബിജോയ് ആണ് ചെയ്തിരിക്കുന്നത് എന്ന് അവർ ക്രെഡിറ്റ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഈ മുഴുവൻ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഇമ്പാക്റ്റ് വെച്ചിട്ടാണ് പറയുന്നത്. ജെയ്ക്സ് ബിജോയ് ആണ് ചെയ്തതെന്ന് ക്രെഡിറ്റ്സിൽ വെച്ചിട്ടുള്ളത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഈ സിനിമയ്ക്ക് അങ്ങനെ ഒന്നും നമ്മളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനില്ല. അങ്ങനെ ഇല്ലാത്തപ്പോൾ ഈവൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇതിനേക്കാൾ നന്നായി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും പ്രത്യേകിച്ചൊന്നും നമുക്ക് ഫീൽ ചെയ്യാനില്ല. സിനിമയിലെ പ്രകടനങ്ങളെക്കുറിച്ച് പറയാനാണെങ്കിൽ നവ്യ നായർ നല്ലോണം ശ്രമിക്കാമെന്ന് പറഞ്ഞാൽ നല്ല പരിശ്രമമുണ്ട്. പക്ഷേ സ്ക്രിപ്റ്റിലില്ലാതിരുന്ന, സിനിമയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇമോഷൻ ഇവരഭിനയിച്ച് കാണിച്ചിട്ട് കാര്യമില്ലല്ലോ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അവരുടെ പേഴ്സണൽ ലൈഫും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ ട്രെയിലർ കാണുമ്പോൾ ഊഹിച്ചെടുക്കാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. പക്ഷേ അതിൻ്റെ ഏതെങ്കിലും ഒരു മിനിമം ഇൻറ്റൻസിറ്റിയിൽ സിനിമയിൽ ഉണ്ടാകുമ്പോഴാണല്ലോ ആ പ്രകടനവും കൂടി ചേർത്ത് വെച്ചിട്ട് പ്രേക്ഷകൻ അത് ഒരു ഘനമുള്ള കാര്യമായിട്ട് ഫീൽ ചെയ്യുക. പക്ഷേ അതിനും മാത്രം ഒന്നും എനിക്ക് അനുഭവപ്പെട്ടില്ല. സൗബിൻ ഷാഹിർ എനിക്ക് കുറച്ച് ഓവറായിരുന്നു എന്ന് തോന്നി. ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയലോഗ്സ് ഒക്കെ, സൗബിൻ നിൽപ്പുണ്ട്, വേറൊരാൾ നിൽപ്പുണ്ട്, അവിടെ അങ്ങനെ ഒരു ഡയലോഗ് ഇല്ല. ഒരു കൗണ്ടർ അവിടെ ഇരുന്നോട്ടേ എന്ന് വെച്ചിട്ട് പുള്ളി അന്നേരം ഡബ്ബിങ് സമയത്ത് ഇടുന്നത് പോലത്തെ അങ്ങനത്തെ 1-2 സീനുകൾ കണ്ടപ്പോഴേക്കും ഞാൻ മൊത്തത്തിൽ അതിൽ നിന്ന് വിട്ടു. എന്ന് വെച്ചാൽ ആ ക്യാരക്ടർ ആവാൻ വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ ഒന്നും സൗബിൻ്റെ ഭാഗത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ആൻ അഗസ്റ്റിനും സണ്ണി വെയിനും നവ്യ നായരുടെ കാര്യം പറഞ്ഞ പോലെയാണ്. അവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് ചെയ്യാനുണ്ടായിരുന്നത് പണ്ട് പ്രേം നസീറും ജയഭാരതിയോ അല്ലെങ്കിൽ ഇപ്പോൾ സുകുമാരൻ ജയഭാരതി എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ കോമ്പിനേഷനിലൊക്കെ ചെയ്യുമായിരുന്ന കഥാ സന്ദർഭങ്ങളൊക്കെ വീണ്ടും അഭിനയിച്ച് കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചോദിക്കും ഇതൊക്കെ സമൂഹത്തിൽ നടക്കുന്നതല്ലേ എന്ന്. നടക്കുന്നതാണ്. പക്ഷേ ഇത് സിനിമയായിട്ട് നമ്മൾ എത്രയെന്ന് വെച്ചിട്ടാണ് കണ്ടു കഴിഞ്ഞത്. മാത്രമല്ല സിനിമയുടെ ബിൽഡപ്പും തുടക്കമൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ വേറെന്തോ ആണെന്ന് വിചാരിക്കും. ശരിക്കും ഈ സിനിമ ഈ നവ്യ നായരെയും സൗബിൻ ഷാഹിറിനെയും ഫോക്കസ് ചെയ്യാൻ പോയതുകൊണ്ടാണ് ഈ സിനിമയിൽ എന്തെങ്കിലും പ്രേക്ഷകരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇമോഷൻസ് അവർക്ക് മിസ്സായി പോയതെന്ന് എനിക്ക് പല സമയത്തും തോന്നി. ആത്മീയ അവർ ശ്രമിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. പിന്നെ അച്യുത് കുമാർ ഉണ്ടായിരുന്നു. അത്രയും നല്ലൊരു ആർട്ടിസ്റ്റിനെ കിട്ടിയിട്ട് അയാളെ ഒരു സിനിമയിൽ കൊണ്ടുവന്നിട്ട് അയാൾക്കൊന്നും ചെയ്യാനില്ല. അദ്ദേഹത്തിനെ നമ്മൾ സ്ക്രീനിൽ കാണുന്ന സമയം എല്ലാം കൂടി കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റൊക്കെ കിട്ടുമായിരിക്കും. അപ്പോൾ പോലും ആ ക്യാരക്ടറോ അതിൻ്റെ ഒരു സ്ട്രെങ്തോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മളോട് ഇമോഷണലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഓരോന്നിൻ്റെയും ഡെപ്ത് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ അവതരിപ്പിക്കുന്നില്ല. വളരെ ഫാസ്റ്റായിട്ട് 2 പോലീസുകാർ ഓട്ടമാണ്. അവർ സിനിമ തുടങ്ങിയപ്പോൾ തൊട്ട് പേഴ്സണൽ ലൈഫിന് വേണ്ടി ഓടുന്നു. അത് കഴിയുമ്പോൾ ആരുടെയൊക്കെയോ പുറകെ എന്തിനൊക്കെയോ വേണ്ടി ഓടുന്നു. ഏറ്റവും അവസാനം അവർ ഓടി വരുമ്പോഴേക്കും ഓടിയതിനൊന്നും വലിയ റിസൾട്ട് ഇല്ലാത്ത പോലെ അങ്ങനെയൊക്കെയാണ് പോകുന്നത്. സിനിമയുടെ സ്പോയിലർ ആവും എന്നുള്ളതുകൊണ്ടാണ് പറയാത്തത്. പല കാര്യങ്ങളിലും ഒന്ന് നിർത്തി ശ്വാസം എടുത്തിട്ട് നിങ്ങൾ ഈ കാര്യം ഒന്ന് പറയൂ, നമുക്കിതൊന്ന് ഫീൽ ചെയ്യട്ടെ എന്ന് തിരിച്ച് അങ്ങോട്ട് പറയാൻ തോന്നുന്ന പോലെയായിരുന്നു. അതുപോലെ കുറച്ച് ഈ ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികളും ആളുകളൊക്കെ വരുന്നുണ്ട്. അതും ഓടിച്ചങ്ങ് വിടുകയാണ്. പിന്നെ ക്ലൈമാക്സിൽ ചുരുളഴിയാൻ പോകുന്ന സംഭവം, അത് ഫസ്റ്റ് ഒരു ക്യാരക്ടർ വന്ന് ഡയലോഗ് പറയുമ്പോഴേ അറിയാം അപ്പോൾ ഇവരിൽ എന്തോ ഉണ്ട്, മിക്കവാറും ഇത് തന്നെയായിരിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നു. അത് അതുപോലെ നടക്കുന്നു. അത്രയും പ്രഡിക്റ്റബിൾ സ്വഭാവത്തിലാണ് സിനിമ പോകുന്നത്. ഇന്ദ്രൻ ചേട്ടൻ വന്ന്
നിന്ന കുറച്ച് സമയം പുള്ളിയുടെ ഒരു ഡയലോഗ് ഡെലിവറി, ഹരിശ്രീ അശോകൻ്റെ ഒരു ഡിഫറെൻറ്റ് ഗെറ്റപ്പിൽ അദ്ദേഹത്തിനെ കണ്ടു എന്നുള്ളത്, അങ്ങനത്തെ കുറച്ച് ആശ്വാസങ്ങൾ സിനിമയിലുണ്ട്. പക്ഷെ അപ്പോൾ പോലും സിനിമ മൊത്തത്തിൽ എടുത്ത് നോക്കുമ്പോഴേ എനിക്ക് ശരിക്കും ക്യാരക്ടർ പറഞ്ഞാൽ അതും സ്പോയിലറായി പോയല്ലോ. അതായത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ആണെന്ന് പോലെ തോന്നി എനിക്ക്. സിനിമയുടെ ലെങ്ത്ത് ബുക്ക് മൈ ഷോയിലൊക്കെ കാണിക്കുന്നത് 2 മണിക്കൂറാണ്. പക്ഷേ 2 മണിക്കൂറൊന്നുമല്ല, അതിൽ കൂടുതൽ സമയം തിയേറ്ററിൽ ഇരുന്നത് പോലെ ഫീൽ ചെയ്തു. എന്നെ സംബന്ധിച്ച് കടുത്ത നിരാശ സമ്മാനിച്ച ഒരു സിനിമയാണത്. രത്തീന ഒരു സിനിമ ചെയ്യുന്നു, നവ്യ നായർ അതിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പ്രതീക്ഷകളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ട്രെയിലർ കാണുന്ന സമയത്ത് വൻ പ്രതീക്ഷകളുണ്ടായിരുന്നു. പക്ഷേ സിനിമ അതെല്ലാം ഒന്നുമില്ലാണ്ടാക്കിയതുപോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഞാൻ ഈ പറയുന്നത് മുഴുവൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. സിനിമ എന്ന് പറയുന്നത് തിയേറ്ററിൽ കണ്ട് വിലയിരുത്തപ്പെടേണ്ടതാണ്. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ഒപ്പീനിയൻ ഉണ്ടാവും. ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞു. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ അങ്ങനെ തിയേറ്ററിൽ കണ്ട് വിലയിരുത്തുക. അങ്ങനെ വിലയിരുത്തിയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്ന ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.